ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ അല്ലെ, എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 2-3 സെഷനുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. കോമ്പോസിഷനുകളൊക്കെ പഠിച്ചു, അതിന് ചുമതലകൾ, ഫങ്ഷൻസ് പഠിച്ചു, ആക്ട് പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വിമൻ അല്ലെ, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, SC/ST കമ്മീഷനുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പോ നമ്മുടെ സമൂഹത്തില് സോഷ്യലി എക്കണോമിക്കലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇത്. ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമിതിയാണ് ഇത്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, NCBC, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ എന്താണ്? ബാക്ക്വേർഡ് ക്ലാസസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെ, അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം upliftment of the socially and economically backward classes അല്ലെങ്കിൽ സെഷൻസ്, അതായത് രാജ്യത്ത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം. രാജ്യത്ത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. എന്താണെന്ന് പറഞ്ഞാൽ upliftment of the socially and economically backward sections, അതായത് രാജ്യത്ത് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം അല്ലെ. പിന്നെന്താണ്? submitting suggestions to address the backwardness of the socially and economically backward section, അതായത് സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കുക അല്ലെ. എന്താണ്? സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് പിന്നിൽ നിൽക്കുന്ന സമൂഹമുണ്ട്. ഈ സമൂഹത്തിന് എന്ത് ചെയ്യണം? മുന്നോറ്റ നിരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരണം. അവരുടെ പിന്നോക്കാവസ്ഥ എന്ത് ചെയ്യണം? പരിഹരിക്കണം. അതൊക്കെയാണ് എന്ത് ചെയ്യും? നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെ, ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1993 അല്ലെ. 1993 എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ നിലവിൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത്? ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പഠിച്ചതാ എന്നാ? 1950 ജനുവരി 25-ാം തീയതി. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് എന്നാ? 1993. ഏതാ ഡേറ്റ്? ഒക്ടോബർ 12. ഓക്കെ. വനിതാ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത്? വനിതാ കമ്മീഷൻ അറിയോ? വനിതാ കമ്മീഷൻ SC/ST കമ്മീഷൻ എന്ന 2004 അല്ലെ. ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതായിരുന്നു? ഏതപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏത് കമ്മീഷനാ? NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെ. പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ്. എന്നാണ് രൂപീകരിച്ചത്? 1993 അല്ലെ. 1993 എന്ത് ചെയ്യുന്നത്? NCBC കമ്മീഷൻ നിലവിൽ വരുന്നത്. കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, പിന്നെ എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 other members. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങൾ. അപ്പൊ എത്ര ആളുണ്ടാവും? അതാരാ? ചെയർപേഴ്സൺ, ഇതാരാ? വൈസ് ചെയർപേഴ്സൺ, പിന്നെ 3 അംഗങ്ങൾ. അപ്പൊ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 5 അംഗങ്ങൾ ഉണ്ടാവും അല്ലെ. ഓരോ കമ്മീഷനുകളിലെയും അംഗങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം, മാറിപ്പോകരുത് കേട്ടോ. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളാ? 3 അല്ലേ? മാറിപ്പോകരുത്. അടുത്തത്, മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അല്ലെ. ഈ കമ്മീഷൻ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാ
ആരാ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ, അതായത് രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, വനിതാ കമ്മീഷൻ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? വനിതാ കമ്മീഷൻ ആരാ? പ്രസിഡന്റ് ആണോ? അല്ല. ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ടേം ഓഫ് ദ മെമ്പേഴ്സ് ഈസ് 3 years. 3 years അല്ലെ, ടേം ഓഫ് ദ മെമ്പേഴ്സ് ഈസ് 3 years. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷന്റെ ടേം എത്ര? ടെന്യൂർ എത്ര? എത്രയാണ് ഇലക്ഷൻ കമ്മീഷന്റെ? 6 അല്ലെങ്കിൽ 65, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യാവകാശ കമ്മീഷന്റെ ടെന്യൂർ എത്ര? മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പഠിച്ചതാ എത്ര? എത്രയാണ്? 370 അല്ലെ, 370 അല്ലെ. SC/ST കമ്മീഷൻ അല്ലെ, SC/ST കമ്മീഷന്റെ ഇത് എത്രയാണ് കാലാവധി? 3 വർഷ കാലാവധിയാണ് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, പിന്നോക്ക എന്താണ് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷന്റെ കാലാവധി എത്രയാ? 3 വർഷമാണ്. അങ്ങനെ നമ്മുടെ ഏതാണ് നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസിന്റെ കമ്മീഷന്റെയും കാലാവധി എത്രയാണ്? 3 വർഷ കാലാവധിയാണ്. ടേം ഓഫ് മെമ്പേഴ്സ് ഈസ് 3 years അല്ലെ, 3 വർഷ കാലാവധി. അടുത്തത് എന്താണ്? ദ കമ്മീഷൻ റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇൻ 2018. പ്രധാനപ്പെട്ട കാര്യം മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് എന്ത് പഠിച്ചു? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതുപോലെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഏത് സ്ഥാപന? പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതായത് ഈ നിലവിൽ ഇത് രൂപീകരിച്ച സമയത്ത് ഇതെന്തായിരുന്നു? ഒരു ഭരണഘടനേതര എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നു. അതായത് പാർലമെന്റിൽ പ്രത്യേകം നിയമം പാസാക്കിയിട്ട് രൂപീകരിച്ച ബോഡിയായിരുന്നു ഇത് ബാക്ക്വേർഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2018 തോന്നുന്നു ഇത് 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യാണ്? ഇതിന് 2018 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് എന്ത് കിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമായിട്ട് എന്ത് ചെയ്യാണ്? മാറാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കമ്മീഷൻ റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇൻ 2018. 2018 കമ്മീഷൻ എന്ത് കിട്ടാണ്? ഭരണഘടനാ പദവി ലഭിക്കാണ്. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചത്? 1993 എന്ത് ചെയ്തിട്ടുള്ളത്? രൂപീകരിച്ചിട്ടുള്ളത്. എത്ര അംഗങ്ങളാ? 5 അംഗങ്ങൾ അല്ലെ. ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത്. അംഗങ്ങളുടെ കാലാവധി എത്രയാ? 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ് അല്ലെ. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ അതോ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അത് രൂപീകരിച്ച സമയത്ത് ഏതായിരുന്നു? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനേതര സ്ഥാപനമായിരുന്നു. പക്ഷെ നിലവിൽ ഇതെന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ. 2018 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് കിട്ടാണ്? ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യാണ്? കിട്ടാണ്. റെഡി അല്ലേ മക്കളെ? ഇനി നമ്മൾ അസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ പോവാണ്? ഇതിന്റെ ചുമതലകൾ അല്ലെ. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് അല്ലെ? എന്താണ് ചുമതലകൾ? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങൾ അല്ലെ. ചുമതലകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നെന്താ? ഫസ്റ്റ് വൺ, എൻഷുർ ഉറപ്പുവരുത്തണം. എന്ത്? എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെ. അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യണം? നടപ്പിലാക്കുന്നുവെന്ന് എന്ത് ചെയ്യണം? ഉറപ്പാക്കണം അല്ലെ. പിന്നെന്ത് ചെയ്യണം? രണ്ടാമത്തത് എന്താ? സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ വേരിയസ് സിസ്റ്റംസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്
ക്ലാസസ് അല്ലെ, അതായത് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കണം. ഇത് ആരുടെ ഫംഗ്ഷനാ? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഫംഗ്ഷനാ. അടുത്ത ഫംഗ്ഷൻ എന്താ? അടുത്ത ചുമതല എന്താ? എക്സാമിൻ ദ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ദ ബാക്ക്വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഗിവ് സജഷൻസ് ടു ദ ഗവൺമെന്റ്. അതായത് പിന്നോക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അല്ലെ, ആരൊക്കെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണം, ആരൊക്കെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഇത് പുറത്തേക്ക് എടുത്ത് കളയണം, അല്ലെ, ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഇതൊക്കെ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സാമിൻ പരിശോധിക്കുന്നു. എന്ത്? ദ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ദ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ഗിവ് സജഷൻസ് ടു ദ ഗവൺമെന്റ്. പിന്നോക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുന്നു. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താ? To make recommendation for taking steps against atrocities faced by backward classes and ensure justice. അല്ലെ, അതായത് പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനോ നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകലും എന്താണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകളിൽ പെട്ടതാണ്. റെഡിയല്ല മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻസിലൊക്കെ ചുമതലകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് എളുപ്പവഴികൾ പഠിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ പറ്റൂലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കി നിങ്ങള്, ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ടേക്കിംഗ് സ്റ്റെപ്സ് അഗേൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ദ ബാക്ക്വേർഡ് ക്ലാസസ്. അല്ലെ, ഈ സാധനം എന്ത് ചെയ്യുക? മാറ്റിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? വിമൻസ് കൊടുത്താൽ എന്തായി? വിമൻ കമ്മീഷന്റെ ചുമതലയായി, ഫംഗ്ഷനായി. അല്ലെ, ഇവിടെ എന്തുവായി കൊടുക്കുക? SC കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ആക്കിയാൽ എന്തായി? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ചുമതലയായി. ഷെഡ്യൂൾഡ് ട്രൈബ് ആക്കിയാൽ അതായി. മൈനോറിറ്റി കമ്മീഷൻ ആക്കിയാൽ, മൈനോറിറ്റി ക്ലാസസ് ആക്കിയാൽ എന്തായി? അത് മൈനോറിറ്റി കമ്മീഷന്റെ ചുമതലയായി. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മള് മൈൻഡിൽ നിർത്താനായിട്ട് എന്ത് ചെയ്യാം? ശ്രമിക്കുക. അല്ലെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്? നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അല്ലെ, അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയെടുത്ത്, ഇവാലുവേറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി, ദ റൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ സ്ഥാപനങ്ങളുടെ പങ്ക് എന്ത്? വിശദമാക്കുക. അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ്? ഇവാലുവേറ്റ്, അല്ലെ, പരിശോധിക്കുക അല്ലെങ്കിൽ വിശദമാക്കുക. എന്ത്? ദ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി, ദ റൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ സ്ഥാപനങ്ങളുടെ പങ്ക് എന്തെന്ന് എന്ത് ചെയ്യുക? വിശദമാക്കുക. അല്ലെ, സ്ഥാപനങ്ങളുടെ പങ്ക് വിശദമാക്കുക. എങ്ങനെ ആൻസർ ചെയ്യും? എങ്ങനെ ആൻസർ ചെയ്യും? ഇതിന്റെ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെ, നമ്മൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അല്ലെ, ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചുമതലകളെ കുറിച്ചിട്ടും അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും എന്ത് ചെയ്തു? പറഞ്ഞു. അല്ലെ, നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എംപവർമെന്റ്. അല്ലെ, പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, തൊഴിലവസരങ്ങളിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക, അവിടെ നേരിടുന്ന വിവേചനങ്ങളും ഡിസ്ക്രിമിനേഷനും ഇല്ലാതാക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യം, കൾച്ചർ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അവരെന്ത് ചെയ്യുക? കൊണ്ടുവരിക. അതുപോലെ മൈനോറിറ്റി കമ്മീഷന്റെ ഫംഗ്ഷനുകളെ കുറിച്ചിട്ടും മൈനോറിറ്റി കമ്മീഷന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ എന്ത് പറഞ്ഞു? ഇതിന്റെ ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനെന്ത് ചെയ്യുക? നിങ്ങള് ആൻസർ ചെയ്യുക കേട്ടോ. ഇതിനൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മള് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അല്ലേ, ഇനി നമുക്ക് എന്തുണ്ട്? നമ്മുടെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി UPSC ആയിട്ട് ബന്ധപ്പെട്ട് UPSC എന്താണ്? UPSCന്റെ ഫുൾ എന്താണ്? എന്താ UPSCന്റെ ഫുള്ള്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അല്ലെ, നിങ്ങൾ PSC എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ PSC? ഇത് നമ്മുടെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ഒക്കെ സ്റ്റേറ്റ്. അതുപോലെ ഇത് കേന്ദ്രത്തിന്റെ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് ജസ്റ്റിൽ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിന്റെ ഭാഗത്തൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്
കേട്ടോ. ഇതിനെന്തുണ്ട്, ആർട്ടിക്കിൾ 315 അല്ലെ, 315 മുതലൊക്കെ എന്താണ് വരുന്നത്, ആർട്ടിക്കിൾ 315, 316 നമ്മുടെ എന്താണ് UPSC കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ UPSC കമ്മീഷനുകൾ വരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട് അല്ലെ. സിവിൽ സർവീസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എവിടെയാണ്, UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമുകൾ വഴിയാണ് അല്ലെ. അപ്പൊ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ സ്ഥാപനങ്ങളിലൂടെ വ്യാപിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓരോ കമ്മീഷനുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക അല്ലെ. ഇലക്ഷൻ കമ്മീഷന് അല്ലെ, ഇലക്ഷൻ കമ്മീഷന്റെ ടെന്യൂർ കാലാവധി എത്രയാണ്, ആരെ അപ്പോയിന്റ് ചെയ്യുന്നു, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏത് വർഷം രൂപീകരിച്ചു, എത്ര അംഗങ്ങളുണ്ട്, അതേപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്, ഏത് വർഷം രൂപീകരിച്ചു, പിന്നെ അതിന്റെ കാലാവധി എത്രയാണ്, പിന്നെ ഇങ്ങനത്തെ അതിന് യോഗ്യതകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ലെ, ബാക്ക്വേർഡ് ക്ലാസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ്, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ അല്ലെ, ന്യൂനപക്ഷ കമ്മീഷനുകൾ, മൈനോറിറ്റി കമ്മീഷൻ, വനിതാ കമ്മീഷൻ അല്ലെ, കമ്മീഷൻ ഫോർ വിമൻസ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ഒരു ടേബിൾ ആക്കിയിട്ട് ഇയറുകളൊക്കെ എന്ത് ചെയ്യുക, ഇയറുകളും അതിന്റെ പൊസിഷൻസും മെമ്പേഴ്സും അതിന്റെ ഒരു കമ്പോസിഷനും സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുക, ടേബിൾ ആക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഫംഗ്ഷനുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ബോഡിയുടെയും ഫംഗ്ഷനുകൾ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഓരോ ബോഡി എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻസുകളൊക്കെ നിങ്ങൾ പഠിക്കണം, കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് മൈനോറിറ്റി കമ്മീഷന്റെ ഫംഗ്ഷൻസും ബാക്ക്വേർഡ് ക്ലാസിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒരുപാട് പോയിന്റുകൾ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ഈ ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ളത് മാറ്റിയിട്ട് മൈനോറിറ്റി ക്ലാസ് ആക്കി കൊടുത്താൽ മതി. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഒക്കെ മാറ്റിയിട്ട് മൈനോറിറ്റി ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താക്കിയാൽ മതി, അവിടെ ബാക്ക്വേർഡ് ക്ലാസസ് ആക്കിയാൽ മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ചാപ്റ്റർ പഠിക്കുക, ചാപ്റ്റർ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇടക്കെടുത്തിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്ലൈ ചെയ്യുക. ഫാക്റ്റുകളൊക്കെ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ തലയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ എന്ത് ചെയ്യാണ്, ഇതോട് കൂടിയിട്ട് അവസാനിക്കാൻ. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചാപ്റ്റർ ഒരുപാട് വീഡിയോകളിൽ ഒരുപാട് സെക്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പൊ എന്ത് ചെയ്യാണ്, മുഴുവൻ ഇതിന്റെ മുന്നത്തെ വീഡിയോസ് ആരെങ്കിലും കാണാത്തത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് മുഴുവനായിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും എന്ത് ചെയ്യാണ്, ഉഷാറാക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും എന്റെ നന്ദി. താങ്ക് യു.